ദരിദ്രയായ നായിക ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് കോടിക്കണക്കിന് സ്വത്ത് കിട്ടുന്നു. പിന്നീട് അവൾ ശരിക്കുള്ള ഐഡന്റിറ്റി മറച്ചുവെച്ച് ഒരു ഗ്രാമത്തിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ആരാണ് അവൾ? എന്തായിരുന്നു അവൾ? അവൾക്ക് എങ്ങനെ ഇത്രയും അധികം സ്വത്ത് ലഭിക്കുന്നു? എല്ലാം കണ്ടറിയാൻ ക്രൈം ത്രില്ലർ റൊമാൻറ്റിക് ഡ്രാമയായ മിസ് ഇൻകോഗ്നിറ്റോയുടെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുന്നത് കിങ് യങ് റാൻ ഒരു ഹൈസ്കൂൾ അധ്യാപക ജോലിയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതോടെയാണ്. എന്നാൽ ഇപ്പോൾ അവളുടെ പേര് ബുസേമി എന്നാണ്. കിങ് യങ് റാൻ എങ്ങനെയാണ് ബുസേമി ആയതെന്നുള്ള കഥ അവൾ നമ്മളോട് പറയാൻ തുടങ്ങുകയാണ്. കഥ 3 മാസം പിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ യങ് റാൻ ഗസോങ് ഗ്രൂപ്പിൽ ബോഡി ഗാർഡ് ജോലിയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്. മറ്റുള്ളവർ എല്ലാവരും വന്ന് നോർമൽ ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഈ ജോലി കിട്ടണമെന്നുള്ള അത്യാവശ്യം മൂലം യങ് റാൻ അഭിമുഖം നടത്തിക്കൊണ്ടിരുന്ന ലീ ഡോണിന് നേരെ തന്നെ അവളുടെ കഴിവ് കാണിച്ചു കൊടുക്കുകയാണ്. CCTV വഴി അഭിമുഖം കാണുന്ന CEO സങ് ഹോക്ക് അവളെ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ CEOയുടെ താല്പര്യപ്രകാരം ലീ ഡോൺ യങ് റാങ്ങിനെ ആദ്യം ജോലിക്ക് എടുക്കുന്നു. പക്ഷെ പിന്നീട് ലീ ഡോൺ അവളുടെ ക്രിമിനൽ റെക്കോർഡ് മനസ്സിലാക്കി ജോലിയിൽ നിന്നും ഒഴിവാക്കുകയാണ്. യങ് റാൻ വിഷമിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയെ കാണുന്നുണ്ട്. യങ് റാനും അമ്മ സോയങ്ങും തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. അമ്മ യങ് റാൻ മറ്റാവശ്യങ്ങൾക്കായി ചെറിയ ജോലികൾ ചെയ്തു കൂട്ടിവെച്ച പണം മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. തൻ്റെ ജീവിതം നശിപ്പിച്ചതിന് യങ് റാൻ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. സോയങ് മറുപടിയായി യങ് റാനെ ചവിട്ടുകയും ആദരവോടെ പെരുമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് അവളുടെ കാശുമായി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത ദിവസം ലീ ഡോൺ സങ് ഹോയോട് യങ് റാന്റെ ക്രിമിനൽ റെക്കോർഡ് എന്താണെന്ന് അന്വേഷിച്ച് പറയുകയാണ്. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാനിറ്ററി നാപ്കിൻ മോഷ്ടിച്ചതിനാൽ ഇപ്പോൾ പ്രൊബേഷനിലാണെന്നും അമ്മയായ സോയങ് അവളുടെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിനാൽ അവൾ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നും അത് വീട്ടാനായി അവൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നും പറയുന്നു. ഇതാണ് അവൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് അമ്മയോട് പറഞ്ഞത്. CEO യങ് റാനെ തിരികെ വിളിച്ച് ജോലിക്കെടുക്കാൻ തീരുമാനിക്കുന്നു. പണം ഏറെ ആവശ്യമുള്ളതിനാൽ അവൾ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന് CEOയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിനിടെ ഒരു സ്ട്രോബെറി കർഷകൻ CEOയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കഥയിലെ നായകൻ ഡോങ് മിൻ സ്ട്രോബെറി എടുത്തു വയ്ക്കുമ്പോൾ അവൻ്റെ മേലേക്ക് ഡോർ അടയാൻ പോകുന്നതും ആദ്യമായി ജോലിക്ക് വരുന്ന യങ് റാനാണ് അവനെ സഹായിക്കുന്നത്. എന്നാൽ ഡോങ് മിൻ അവളോട് നന്ദി പറയുന്നുണ്ടെങ്കിലും അവളുടെ മുഖം അവൻ കാണുന്നില്ല. വീട്ടിൽ ബട്ട്ലർ ചോയ് യങ് റാനെ അവൾക്ക് ഏർപ്പാടാക്കിയ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഹെജി എന്ന സ്റ്റാഫ് കൂടി താമസിക്കുന്നുണ്ടെന്നും രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കേണ്ടതെന്നും അവളോട് പറയുന്നു. യങ് റാനെ CEO വിളിക്കുമ്പോൾ അവൾ അങ്ങോട്ട് ചെല്ലുന്ന നേരം ബട്ട്ലർ ചോയ് അവളുടെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് കാണാം. ലീ ഡോൺ യങ് റാനെ സങ് ഹോയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ ജോലി എന്താണെന്നും എന്തൊക്കെ ചെയ്യണമെന്നും പറയുന്നു. ഈ വർഷം തന്നെ നീ 5ാമത്തെ ആളാണെന്നും മുൻപ് എടുത്തവർ ജോലി നല്ലതുപോലെ ചെയ്യാത്തതിനാൽ പിരിച്ചുവിട്ടെന്നും ലീ ഡോൺ പറയുന്നുണ്ട്. അവൾ തിരിച്ചു വരുമ്പോൾ മുറിയിൽ ഹെജിയെ കാണുന്നുണ്ട്. യങ് റാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഹെജി ശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ കയ്യിൽ പണമില്ലെന്നും അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ കഫേകളിൽ പോയി സമയം ചെലവഴിക്കാൻ സാധിക്കില്ല എന്നും അങ്ങനെ ഒരു ഫ്രണ്ടിനെയാണ് നിനക്ക് ആവശ്യമെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നും യങ് റാൻ പറയുന്നുണ്ട്. ആ രാത്രി ബട്ട്ലർ ചോയ് തയ്യാറാക്കിയ സ്റ്റേക്ക് CEO കഴിക്കാതെ പോകുന്നത് കാണാം. എന്നാൽ നീ അത് കഴിച്ചോ എന്ന് ചോയ് യങ് റാനോട് പറയുന്നതും അവൾ അത് കൊതിയോടെ കഴിക്കാൻ വന്നിരിക്കുന്നത് കാണാം. അവൾ അങ്ങനെയുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. എന്നാൽ സന്തോഷത്തോടെ അവൾ അതെടുത്ത് വായിൽ വെക്കുന്നതും അവൾക്ക് കഴിക്കാൻ കഴിയുന്നില്ല. കാരണം അത് കരിഞ്ഞു പോയിരുന്നു. ഇത് തന്നെയാണ് എന്നത്തെയും അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് CEO അത് കഴിക്കാതെ എണീറ്റ് പോയതും. വേറെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകുമോ എന്ന് തപ്പുന്ന യങ് റാൻ അവിടെ ക്യാമറ കാണുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. അവൾ അവിടെ വീട് മൊത്തം പരിശോധിച്ചപ്പോൾ എല്ലായിടത്തും CCTV ക്യാമറകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതെല്ലാം CEO റൂമിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. കാരണം ഈ ക്യാമറകൾ വെച്ചിരിക്കുന്നത് തന്നെ CEO ആണ്. CEOയ്ക്ക് യങ് റാന്റെ കഴിവുകൾ കണ്ടു നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം CEO ഓഫീസിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. അതിൽ CEOയുടെ മകൻ തന്നെയാണ് പുതിയ പരസ്യ ക്യാമ്പയിൻ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ അതിൽ ഇഷ്ടക്കേട് കാണിക്കുന്ന CEOയോട് അവൻ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു തർക്കിക്കുമ്പോൾ സ്വകാര്യ ബന്ധങ്ങൾ ബിസിനസ്സിൽ കലർത്തരുതെന്ന് പറയുകയാണ് അവനോട്. അന്നു തന്നെ യങ് റാൻ സങ് ഹോയെക്കുറിച്ച് ഇന്റർനെറ്റിൽ തപ്പുന്നുണ്ട്. ഭാര്യ വിവാഹത്തിന് ശേഷം മരിച്ചെന്നും പിന്നെ ഒരു മകൾ ഉണ്ടായിരുന്നു, അവളും കുറച്ചു നാളുകൾക്ക് മുൻപ് അപകടത്തിൽ മരിച്ചെന്നും അവൾ വായിക്കുന്നുണ്ട്. അതേ രാത്രിയിൽ തന്നെ സങ് ഹോയുടെ മകൾ സോൺ യങ് തൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാൻ ബട്ട്ലർ ചോയിയെ വിളിക്കുന്നത് കാണാം.
അപ്പോൾ ആണ് പുതിയ ബോഡി ഗാർഡ് വന്നെന്നും അതൊരു സ്ത്രീ ആണെന്നും മകൾ അറിയുന്നത്. വിവരം അറിഞ്ഞപ്പോൾ സോൺയങ്ങിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസം അമ്മയുടെ ഓർമ്മ ദിവസം എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. സോൺയങ് അവിടെ വെച്ച് സാങ്ഹോയെയും യങ് റാനെയും കാണുന്നുണ്ട്. അമ്മയുടെ ഇഷ്ടപ്പൂക്കൾ അറിയില്ലെന്ന് പറഞ്ഞ് അച്ഛനായ സാങ്ഹോയോട് ദേഷ്യപ്പെടുകയാണ് അവൾ. ഡ്രൈവർ ചോൾസു പറഞ്ഞാണ് യങ് റാൻ പല കാര്യങ്ങളും അറിയുന്നത്. സിയോയുടെ ആദ്യ ഭാര്യ മരിച്ചെന്നും അതിനുശേഷം 2 കുട്ടികളുള്ള മറ്റൊരു സ്ത്രീയെ സിയോ കല്യാണം കഴിച്ചു, അവരും മരിച്ചു. സോൺവുവും സോൺയങ്ങും 2ാം ഭാര്യയുടെ ആദ്യ ബന്ധത്തിലുള്ള മക്കളാണ് എന്നും. സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനായി സ്റ്റെപ്പ് ഫാദറായ സിയോയെ കൊണ്ട് സോൺവുവും സോൺയങ്ങും വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല. ഇതിനിടയിൽ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകൾ കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അപകടത്തിൽ മരിച്ചുപോയി എന്നെല്ലാം ഡ്രൈവർ ചോൾസു പറയുന്നുണ്ട്. ഡ്രൈവർ ചോൾസു ഇല്ലാത്ത സമയത്ത് സംഹോ യങ് റാന്റെ കയ്യിലെ മുറിവിനെ കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ താൻ വീട്ടിലെ ഒളിപ്പിച്ചു വെച്ച ക്യാമറകൾ കണ്ടെന്നും ഇത്രയും അധികം ക്യാമറകൾ വയ്ക്കാൻ നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടോ എന്നും അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ സിഒ അതിന് മറുപടി പറയാതെ അവളെ അടിക്കുന്നു. 2 ദിവസം അവധിയായതിനാൽ അന്ന് വൈകുന്നേരം തന്നെ സംഹോ സ്റ്റാഫുകൾക്ക് ലീവ് കൊടുക്കുകയാണ്. യങ് റാൻ ഒഴികെ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. യങ് റാന് പോകാൻ വീടില്ലാത്തത് കൊണ്ട് തന്നെ അവൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. വിശന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്ന് വെച്ച് വീട്ടിലേക്ക് വരുന്ന അവൾ അവിടെ സിഒയെ കാണുന്നുണ്ട്. സിഒ അവൾക്കായി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു. യങ് റാനെ കാണുമ്പോൾ സിഒയ്ക്ക് തന്റെ മരിച്ചുപോയ മകളെയാണ് ഓർമ്മ വരുന്നത്. ഇരുവരും സംസാരിക്കുമ്പോൾ തന്റെ മകൾ റിമിയെക്കുറിച്ച് സിഒ യങ് റാനോട് പറയുന്നുണ്ട്. ഇതിനിടെയാണ് ബട്ട്ലർ ചോയ് സോൺയങ്ങിനോട് യങ് റാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം പറയുന്നത്. സോൺയങ് കലിതുള്ളി വേഗം അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ കാണുമ്പോൾ യങ് റാനോട് വേഗം എവിടെയെങ്കിലും പോയി ഒളിക്കാൻ സിഒ പറയുന്നുണ്ട്. അവൾ ഒളിച്ചതിന് ശേഷമാണ് സിഒ ഡോർ തുറക്കുന്നത്. സുഖമാണോ എന്ന് അച്ഛനോട് ചോദിച്ചു സോൺയങ് പല മുറികളും ബാത്റൂമുകളും തല്ലിപ്പൊളിക്കുന്നു. വേറെ ഒന്നിനുമല്ല, യങ് റാനെ കണ്ടെത്താനായി തന്നെ. പക്ഷെ ഈ നിമിഷമെല്ലാം യങ് റാന് അവളുടെ ചെറുപ്പത്തിൽ അച്ഛൻ അവളെ ഉപദ്രവിക്കാനായി തപ്പി നടക്കുന്നതാണ് ഓർമ്മ വരുന്നത്. സോൺയങ് എത്ര നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താനാകാതെ അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. പേടിച്ചു വിറച്ച യങ് റാൻ തന്നെ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞു അപ്പോൾ തന്നെ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി തന്റെ സ്വകാര്യ മുറിയിലേക്ക് യങ് റാനെ വിളിക്കുകയാണ് സിഇഒ. അവിടെയുള്ള വലിയ CCTV ദൃശ്യങ്ങൾ അവൾ കാണുന്നുണ്ട്. സിഇഒ ഇവിടെ ഇരുന്ന് എല്ലാം നിരീക്ഷിക്കുകയാണ്. എൻ്റെ മകൾ റിമിക്ക് ആട്ട് പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നെന്നും അതിനായി അവൾ ന്യൂയോർക്കിലേക്ക് പോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ അപകടത്തിൽ മരിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. സത്യത്തിൽ അത് അപകടമായിരുന്നില്ല. സ്വത്തിന് വേണ്ടി സോൺയങ് എൻ്റെ മകളെ കൊന്നതായിരുന്നുവെന്ന് യങ് റാനോട് പറയുകയാണ് സിഇഒ. കാരണം അന്നേ ദിവസം അപകടം നടന്ന സ്ഥലത്തു നിന്ന് എടുത്ത ഫോട്ടോസിൽ സോൺയങ് ഉണ്ടെന്നും അവൾ എൻ്റെ മകളെ അന്ന് പോയി കണ്ടതിന് തെളിവുകൾ ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം എന്നാണ് സിഇഒ പറയുന്നത്. എന്നാൽ കൊല്ലാനുള്ള കരാർ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന യങ് റാനു നേരെ വെഡ്ഡിംഗ് റിംഗ് എടുത്തു കാണിച്ചു. എന്നെ വിവാഹം കഴിക്കുമോ എന്ന് സിഇഒ ചോദിക്കുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അവൾ ആ വിവാഹ അഭ്യർത്ഥന സ്വീകരിക്കുമോ അതോ റിജക്ട് ചെയ്യുമോ? അവൾ യെസ് പറഞ്ഞാൽ അവൾക്ക് ലഭിക്കാൻ പോകുന്നത് കോടികളുടെ സ്വത്താണ്, കൂടെ മരണഭയവും. റിജക്ട് ചെയ്താൽ ദാരിദ്ര്യമാണെങ്കിലും അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാം. അവൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.